വായി ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതെന്താന്ന് പുതിയൊരു ഇൻട്രോ എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? ഇത് ഒന്നുമല്ല, ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പാറുവിൻ്റെയും പ്രതുവിൻ്റെ ഒക്കെ ചെറിയ കുട്ടിയാകുമ്പോഴത്തെ ഉണ്ടായിരുന്ന ടോയ്സാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ടോയ്സ് ഖത്തറിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു. നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഉണ്ട്, കുറേ ടോയ്സ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ ഒരു രസം, ഒരു സ്പെഷ്യൽ ഇൻട്രോ ആവട്ടെ എന്ന് വിചാരിച്ചു. കൊള്ളാമല്ലേ അതിനെങ്ങനെ കാണാൻ? അപ്പം ശരിക്കും എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇതുപോലത്തെ പാവക്കുട്ടികളൊക്കെ കാണുന്ന സമയത്ത്. അപ്പം ഞങ്ങൾ ഖത്തറിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വീട്ടിലുള്ള നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നാട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ സൈത്തായിട്ട് പറഞ്ഞു, കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാം, കുറേയൊക്കെ നമ്മൾ കളയൂലോ, ആവശ്യമില്ലാത്ത തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയൂലോ. അപ്പോൾ അങ്ങനത്തെ കുറേയൊക്കെ കളഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ഇങ്ങനെ ടോയ്സിൻ്റെ കാര്യം പറയുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ വലുതായി. അപ്പോൾ ഞാൻ അവർക്ക് ടോയ്സിൻ്റെ ആവശ്യമില്ല, കളയാം എന്നുള്ള രീതിയിൽ. പക്ഷേ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ. കാരണം ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനി പ്രത്യേകിച്ച് അവരിനി ഉപയോഗിക്കൊന്നുമില്ല, എന്നാലും അതെ മുഴുവൻ ഒരു ചെറുതുപോലെ അവിടെ ഒഴിവാക്കി വിട്ടിട്ടില്ല. മുഴുവൻ സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ അവരുടെ സൈക്കിള്, പിന്നെ ഇങ്ങനെ ഒരു കുതിര ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു കുതിര, അതൊക്കെ അറിയില്ലേ? അങ്ങനത്തെ കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലുള്ള കുറച്ച് വലിയതായിട്ടുള്ള സാധനങ്ങളില്ലേ, അങ്ങനത്തെ ഒന്നും പിന്നെ നമ്മൾ കൊണ്ടുവരാൻ നിന്നില്ല. ബേബി സ്ട്രോളർ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നു. പിന്നെ ഇങ്ങനത്തെ ഉള്ളതെല്ലാം ബോക്സിലാക്കി, എത്ര അറിയോ, നിറച്ച് ടോയ്സ് മുഴുവൻ ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് തുറന്ന് നമ്മൾ ഷെൽഫിലാക്കി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഇപ്പോഴും പെട്ടിയിലായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇനിയൊക്കെ പിന്നെ തുറന്നിട്ടൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കണം. അപ്പം ലാസ്റ്റ് വീഡിയോ നമ്മൾ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ പോയതായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ബാക്കി കാണിക്കാമെന്നായിട്ട് പറഞ്ഞത്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി സെക്കൻഡ് പാർട്ടാണ് നിൽക്കട്ടെ, അത് ഒരു വീഡിയോ കൂടെ കഴിഞ്ഞത്. കാരണം ഒരേ ഡ്രസ്സിൽ നമ്മൾ ഒരേ ആൾക്കാരനെ അങ്ങനെ വീണ്ടും അടുത്തതിൽ കൂടെ കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് ബോറടിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, നെക്സ്റ്റ് വ്ളോഗായിട്ട് അത് ഇടാം. അത് പക്ഷേ ഭയങ്കര രസമുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള സ്ഥലമൊന്നും അല്ല. അതിലൊരാൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലമാണ്. ഇനി നമ്മൾ 2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിലത്തെ ഒരു സ്ഥലം കിടു സ്ഥലമാണ്. ഞാൻ എല്ലായിടത്തും മുന്നേ പോയിട്ടുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ എപ്പോഴറിയോ, BEd പഠിക്കുന്ന ആ സമയത്ത് നമുക്ക് ഒരു ട്രിപ്പ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഒരു 1 ഡേ ഫുൾ കറക്കം. ആ ട്രിപ്പിന് പോയപ്പോൾ നമ്മൾ ഈ സെയിം ഇത് തന്നെയായിരുന്നു നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇതൊരു സെക്കൻഡ് ചാൻസാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലേ? ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ പറയും, ചിലരൊക്കെ മെസ്സേജ് ചോദിക്കും, മെസ്സേജ് അയച്ച് ചോദിക്കും എന്താ പറ്റിയേ, എന്താ വീഡിയോ ഇടാത്തേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമാണ്. ഇപ്പം നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെയാണ് നമ്മൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ആലോചിക്കണം, നമുക്ക് എന്ത് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ അതല്ല, 2 വീട്ടിലത്തെയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അത് ഒന്നാണ്. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ ഒരു 2-3 ദിവസം കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും, 2-3 ദിവസങ്ങളായിട്ട് കലോത്സവമായിരുന്നു, ഡിസ്ട്രിക്ട് കലോത്സവം. അപ്പോൾ ഞാൻ ഷോർട്സൊക്കെ നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രതുവിൻ്റെ. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു അതെന്താ പാറു ഇല്ലാത്ത? കാരണം എല്ലാ വർഷവും പാറുവിൻ്റെയും പ്രതുവിൻ്റെയും കൂടിയാണ് ഇങ്ങനത്തെ എല്ലാ പ്രോഗ്രാമും ഞാൻ കാണിക്കാറുള്ളതല്ലോ. പക്ഷെ ഇപ്രാവശ്യം പ്രതുവിൻ്റെ മാത്രം എന്താ കാണുന്നത് എന്നുള്ളത് ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ പാറു ഇപ്രാവശ്യം വേറെ സ്കൂളിലേക്ക് മാറിയല്ലോ, ഇപ്രാവശ്യം വേറെ MESലല്ലേ ഇപ്പോൾ. അപ്പോൾ അവരുടെ സഹോദയ എന്ന് പറയുന്നത് വേറെയാണ്. അത് ഇപ്പം ഒക്ടോബർ ലാസ്റ്റിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അവർ സ്കൂളിലത്തെ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി സഹോദയ വരാൻ പോകുന്നേ ഉള്ളൂ. അത് വേറെ സഹോദയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത് പ്രതുവിൻ്റെ മാത്രമായത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഹാപ്പി ന്യൂസൊക്കെ എനിക്ക് പറയാനുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ആ ഷോർട്സൊക്കെ കണ്ടിട്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ
നിഖില ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് അതായിരുന്നു, നിഖില വിമൽ അല്ലേ, ആ ആക്ട്രസിൻ്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടോ. നല്ല ഭംഗിയാണ് മേക്കപ്പ് ചെയ്ത് വരുന്ന സമയത്ത്, നല്ല രസമായിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് പേപ്പറിൽ ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഇവിടുത്തെ എഡീഷൻ വായിച്ചിട്ടുള്ളവർക്ക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും കലോത്സവം കഴിഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? യെസ്, പ്രദുവിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്രാവശ്യം കേട്ടോ. സാധാരണ കലോത്സവത്തിനൊക്കെ പോണ സമയത്ത് അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവാറുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സജിത്തേട്ടൻ ഉണ്ടാവാറുണ്ട്. അമ്മ ഒരു ദിവസമെങ്കിലും കൂടെ വരും. ഇങ്ങനത്തെ ഡാൻസൊക്കെ ഉള്ള സമയത്ത് അമ്മയ്ക്ക് അതൊക്കെ കാണാൻ ഇഷ്ടമാണ് കുട്ടികളുടെ. അപ്പോൾ ഇപ്പം ഡിസ്ട്രിക്ട് കലോത്സവം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ സ്കൂളിലല്ലോ ഉണ്ടാവുക, കുറച്ചുകൂടി ദൂരമല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പം ഏതെങ്കിലും ഒരു ദിവസമൊക്കെ അമ്മ വരും. അമ്മയ്ക്ക് ഡാൻസൊക്കെ ഉള്ള ദിവസങ്ങളിൽ അമ്മ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോകാനാണെന്ന് വെച്ചെങ്കിലും അതെ ദൂരാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. കാരണം സൈത്തേട്ടൻ നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഇപ്രാവശ്യം എല്ലാം കൊണ്ടും ഞാൻ പെട്ട ഒരു സമയമായിരുന്നു. കാരണം വീട്ടിൽ ആരും ഇല്ലല്ലോ. അപ്പം എന്താ പറയുക, പോവാൻ പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് അവരുടെ കൂടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ വേറെ ഇതായിട്ട് പോയി. അങ്ങനെ എന്തായാലും പ്രൈസ് കിട്ടി. പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ന്യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പം അച്ഛൻ്റെ അമ്മേനെയൊക്കെ വിളിച്ചു പറഞ്ഞു, സൈത്തേട്ടനെയൊക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അമ്മമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. അമ്മമ്മയ്ക്ക് ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് അമ്മമ്മ കരയും. അമ്മമ്മയ്ക്ക് അത്ര ഒരു ഇതാണ് കുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ. കുട്ടികളുടെ അല്ല, എല്ലാവരും ആണെങ്കിലും അതെ. പക്ഷേ ഇതിങ്ങനെ അമ്മമ്മ ഇങ്ങനെ നോക്കിയിരിക്കും റിസൾട്ട് ഇങ്ങനെ എന്തായി വെച്ചിട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ ആ ഒരു സന്തോഷം. അപ്പം അത് പറയണം, അവിടെ ഞാൻ ഒരു ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ബാക്കി 2 ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടില്ലാത്ത ആ ഒരു ദിവസത്തിൽ പ്രദുവിനെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആരോ അവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രദു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കമൻറ്റിലും ഞാൻ കണ്ടു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും കാണുമായിരിക്കുന്നു വെച്ചു. പക്ഷേ ഞാൻ ആരെയും കണ്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഒരു കുട്ടികളുടെ പ്രോഗ്രാം ഏതൊക്കെ വെച്ചാൽ അവരെ റെഡിയാക്കുക. ആ പ്രോഗ്രാമുള്ള സ്റ്റേജിൽ കുറേ സ്റ്റേജുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഏത് സ്റ്റേജിൽ എവിടെയാണ് ആൾക്കാരുണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ഇരുന്ന് കാണാനുള്ള സമയമോ അല്ലെങ്കിൽ അവിടെയൊക്കെ നടന്ന് കാണാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടില്ല. നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങളായിട്ട് നമുക്കല്ലേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടായി. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം. അപ്പോൾ ഇതിൻ്റെ ഓർമ്മയുണ്ടോ, ഞാൻ ഇതുപോലൊരു പേപ്പറിൽ ന്യൂസായിട്ട് ഒരു 2 വർഷമൊക്കെ മുന്നെയാണ് ഇത്. അന്ന് പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ ഫാമിലിയിലെ എല്ലാവരും കൂടെ വന്നിട്ടാണ് പേപ്പറിൽ ന്യൂസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പ്രദുവിൻ്റെ തന്നെ ആയിരുന്നു. അന്ന് ഫസ്റ്റ് റാങ്ക് SIF കിട്ടിയിട്ട്. അപ്പം അത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മളെല്ലാവരും കൂടെ വന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് പറയണേ. പക്ഷെ എന്തായാലും ഹാപ്പി ന്യൂസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണ്ടേ. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാനിനി പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഹെയർ ഫാൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിലാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് നിതീസ് ഗ്രാൻഡ്മാ സീക്രട്ട് ഹെയർ ഓയിലാണ് കേട്ടോ. എന്ത് കാര്യം നമ്മൾ വാങ്ങിക്കുമ്പോഴും നമുക്ക് പേടിയാണല്ലേ, അതിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇതിലൊന്നും പേടിക്കാനില്ല. കാരണം ഇതിൽ 13 നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഒക്കെ മുടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കറിവേപ്പില, പിന്നെ എന്താ പറയുക കറ്റാർ വാഴ, അതുപോലെ തന്നെ ചെമ്പരത്തി, പിന്നെ നെല്ലിക്ക, അങ്ങനെ ഒരുപാട് ബ്രഹ്മി, അങ്ങനെ 13 പച്ചമരുന്നുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മുടിക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഗുണത്തിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റിൽ നല്ലപോലെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മോർണിംഗ് ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതല്ലാണ്ട് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ കുളിക്കുന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരു പേടിയും കൂടാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അത്
അതുകൊണ്ട് തന്നെ നമ്മളുടെ തലയിൽ നമ്മളുടെ സ്കാൽപ്പിലുള്ള പല പ്രശ്നങ്ങളിലെ ഡാൻഡ്രഫ് അതുപോലെ തന്നെ ആ കാലനര ചിലർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ല ഈ ഹെയർ ഫോളൊക്കെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഹെയർ നമുക്ക് കിട്ടാൻ ഈ ഒരു എണ്ണ സഹായിക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ ഹെയറിന് ഉണ്ടെങ്കിൽ ഈ ഒരു എണ്ണ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇതാ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ വേണ്ടി സ്നാക്സ് റെഡിയാക്കിയതാണ് കേട്ടോ. നഗ്ഗറ്റ്സ് ആണ്. അപ്പോൾ അതെന്താ നവരാത്രി തുടങ്ങിയിട്ട് ചിക്കനൊക്കെ കഴിക്കുന്നത്, നോൺ വെജ് എന്താ കഴിക്കുന്നേ എന്ന് പലർക്കും തോന്നാം മനസ്സിൽ. പക്ഷേ ഇത് നവരാത്രിയുടെ തൊട്ട് മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ നഗ്ഗറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നാട്ടിൽ നിന്ന് വാങ്ങിക്കും. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഇത് ഗൾഫിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും വേറെ ഭയങ്കര രസമാണ് ആ ഒരു ടേസ്റ്റ്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സജിത്തേട്ടൻ എന്താ വെച്ചാൽ വരുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. അപ്പോൾ അവർക്ക് ശരിക്കും ചോക്ലേറ്റ് കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സന്തോഷം ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും രണ്ടുപേർക്കും ഇതെല്ലാം റെഡിയാക്കി കൊടുത്താണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ഇഷ്ടമാണ് നഗ്ഗറ്റ്സ് ഇഷ്ടമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. രണ്ടാളുടെ നടുവിലേക്ക് അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇരിക്കണമായി തോന്നുന്നു. രണ്ടുപേരും കൂടി കാറിൽ വഴക്കായി എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞപ്പോൾ പാറും പ്രതും കൂടി വഴക്കിടുമോ എന്നൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. അതെന്താണെന്നറിയോ, പാറും പ്രതും കൂടി അങ്ങനെ വല്ലാണ്ട് വഴക്കൊന്നുമില്ല. സാധാരണ സിബ്ലിങ്സിൻ്റെ അത്രയൊന്നും അങ്ങോട്ട് അവർ വഴക്കിടില്ല. അവർ ഭയങ്കര ബെസ്റ്റീസാണ്. പക്ഷേ വഴക്കിടുന്ന സമയത്ത് അതൊരൊന്നൊന്നര വഴക്കായിരിക്കും. ഇത് കണ്ടോ, ഓണമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇപ്പോഴാണ് പൂക്കളൊക്കെ വിരിയുന്നത്. ഇത് നമ്മളുടെ സ്വന്തം വീട്ടിലത്തെ പൂക്കളാണ്. അമ്മ ഓണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മല്ലികയാണ് ഇതൊക്കെ. പക്ഷേ ഓണം കഴിഞ്ഞിട്ടാണ് വിരിഞ്ഞത് മാത്രം. പക്ഷെ കുറേ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. പക്ഷെ അമ്മ ബോംബെയിലായിപ്പോയി. അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കും, പൂവ് വിരിഞ്ഞോ, എത്ര പൂവുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ദിവസം ഓണത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചില്ലേ, നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു മല്ലികയുടെ ചെണ്ടുമല്ലി കൃഷിയുടെ സ്ഥലം. അപ്പോൾ ഏകദേശം അവരുണ്ടാക്കിയ ആ സമയത്തൊക്കെ തന്നെ അമ്മയും വീട്ടിലുണ്ടാക്കിയതാണ് ഓണത്തിൻ്റെ സമയത്തേക്ക് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാന്ന് പറയുന്ന സമയത്ത് അതിൽ നമ്മൾ ഒരുപാട് വളമൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ നല്ല ആ ഒരു രീതിയിൽ അവർ കെയർ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കും അവരുടേത് ആ ഒരു കറക്റ്റ് ടൈമിലായത്. പക്ഷെ നമ്മളുടേതെന്ന് പറയുമ്പോൾ ഇത് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊന്നും അല്ല. നമ്മൾ നോർമലായിട്ട് വീട്ടിൽ ചെടികൾക്ക് നോക്കുന്ന ആ ഒരു രീതിയിലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ വിരിഞ്ഞ് വന്നിട്ടുള്ളത്. പ്രതു നോക്കി നോക്ക്, കണ്ടിട്ടില്ലല്ലോ, നോക്കി നോക്ക്. നീ കണ്ടിട്ടില്ലല്ലോ. എവിടെ ഉണ്ടാവുക? ആ എന്തുണ്ട് ചേട്ടാ? എന്താ ഉള്ളത്? പേരോ? ഓട്ടോയോ? ഇത് കാണാല്ലേ? എവിടെ പറ്റിച്ചി ഇല്ലേ? കണ്ണുണ്ടായ പോരാ കുട്ടി, കാണണം. ആ ഒന്നുകൂടി തരേ. എന്നാ നീ പാറൂനെ കൊണ്ട് തരയിപ്പിക്കട്ടെ ഞാൻ. കണ്ടോ? ഓ, പ്രതുവിൻ്റെ പാദസരം പിന്നെ ഇട്ടിട്ടില്ല അല്ലേ? കണ്ടുവോ? പാറു കണ്ടുവോ? ഇല്ലേ?
വായിക്കേ. CBSE സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവത്തിൽ ഹിന്ദി പദ്യം ചൊല്ലലിൽ 1ാം സ്ഥാനവും കുച്ചിപ്പുടിയിൽ A ഗ്രേഡും നേടിയ പ്രതീക്ഷ സജിത് വളാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ. അങ്ങനെ തിരിച്ചു കാണിക്കേ. അങ്ങനെയല്ല, മടക്കി പിടിച്ചിട്ട്. ആ യെസ്, എൻ്റെ മുഖത്ത്. ഹാപ്പി. ഫോട്ടോ എടുക്കണോ? എന്നിട്ടോ പോസ്റ്റ് ചെയ്യണോ? എവിടെ? ആ എടുക്കാം. അതെന്താ? ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. ഏയ്, ആ ഫോട്ടോ തന്നെയാണല്ലോ നിന്റെ ഇതിലൊക്കെ ഉള്ള ഫോട്ടോ. കണ്ടിട്ട് തോന്നില്ലേ? കുച്ചിപ്പുടിയുടെ ഇതാണ് അല്ലേ? സാധാരണ ടായല്ലേ? വെരി സോറി, ഞാൻ മലയാളം പഠിച്ചിട്ടില്ല ഗേൾസ്. സാധാരണ ടായല്ലേ? ഇത് ഇങ്ങനെയാണോ? സാധാരണ ടായല്ലേ അതില്? ഇതാണ് ഇങ്ങനെ. ആ ഓൾറെഡി. ഓക്കെ. നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് കൂടുതലുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെച്ചെങ്കിൽ ഈ ഒരു ഫോട്ടോ ഓർമ്മ ഉണ്ടാവൂലേ. ഇതായിരുന്നു ഞാൻ 2 വർഷം മുന്നേ എന്നാ പറഞ്ഞിട്ടോ. 2 വർഷമല്ല, അത് 3 വർഷം മുന്നേ ആയിരുന്നു ആ ഒരു ഫോട്ടോ അത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഫോട്ടോ ഇതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സന്തോഷം എന്തായാലും നിങ്ങളുടെ കൂടെ അത് പങ്കുവയ്ക്കാന്ന് പറയുന്നത് ഇരട്ടി സന്തോഷമല്ലേ. ആ 2 ഫോട്ടോ തമ്മിൽ നോക്കുമ്പോൾ തന്നെയുള്ള മാറ്റം കണ്ടില്ലേ? കുട്ടികളിലൊക്കെ പെട്ടെന്നാണ് മാറ്റം വരുന്നത്. അത് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചാനൽ തുടങ്ങിയ സമയത്തുള്ള വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് കുഞ്ഞു മക്കളാണ്. ഇപ്പോൾ നോക്കുമ്പോഴാണ് ഇപ്പോഴാണ് വലുതായി. അപ്പോൾ നല്ലൊരു വ്യത്യാസം അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. ഇനി നമ്മൾ ഡിന്നർ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നഗറ്റ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെയുള്ള വേറൊരു ഐറ്റമാണ് സോസേജ്. ഇപ്പോൾ സോസേജ് ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും കൂടെ എന്തുകൊണ്ടും അറിഞ്ഞുകൂടാ ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇവിടെ തോന്നുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മളുടെ മനസ്സിലാതെ അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും സൈത്തേട്ടൻ അവിടുന്ന് വരുമ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കുട്ടികളെപ്പോഴും പറയും ഇത് കഴിക്കുന്ന സമയത്തൊക്കെ അത്ര ഓർമ്മ വരും എന്ന് പറയും. അപ്പോൾ അവരുടെ നല്ല മെമ്മറീസൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് സോസേജിൻ്റെ. അപ്പം നമ്മളെന്തായാലും ഡിന്നറിന് വേണ്ടിയിട്ടാക്കുന്നത് ചപ്പാത്തിയും അതുമാതിരി തന്നെ സോസേജ് റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ സോസേജ്. നേരത്തെ നഗറ്റ്സിൻ്റെ കാര്യം പറഞ്ഞത് സോസേജ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ സോസേജിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. പക്ഷേ പാറുവിനും പ്രതുവിനും എന്തുകൊണ്ടോ അല്ല, അവർക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവർക്ക് ചപ്പാത്തിക്ക് ഈ ഒരു സംഭവം സൈഡിലുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, സുഖമായിട്ട് ഭക്ഷണം കഴിച്ചോളും. അപ്പോൾ അതാണ് നമ്മളുടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കലോത്സവമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും വയ്യാണ്ടായി. അപ്പോൾ ഇപ്പോൾ വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ വേഗം നല്ല വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും നവരാത്രിയൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബായ്.